അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ. പ്രതി സ്ഥിരം കുറ്റവാളിയാണ്. നേരത്തെയും അതിജീവിതകളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയ സമാന കേസുകളിൽ പ്രതിയായിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ജാമ്യം നൽകിയാൽ മറ്റു പ്രതികളെ ഇയാൾ സഹായിക്കും. ഒളിവിൽ പോകാൻ നീക്കമുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ഇനിയും വീണ്ടെടുക്കേണ്ടതുണ്ട്. വിശദമായ പരിശോധന ആവശ്യമാണ്. മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. തെളിവുകൾ നശിപ്പിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രതിയെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതി മുൻപാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലും ഗൗരവമുള്ള പരാമർശം പ്രതിക്കെതിരെയുണ്ട്. അവിടെയും നേരത്തെയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ സമാനമായ ചെയ്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് പ്രതി എന്നതുൾപ്പെടെ പഴയ കേസിന്റെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശവും. ജാമ്യാപേക്ഷയിൽ വാദം നടന്നിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വാദങ്ങൾ ഖണ്ഡിച്ചു. അറസ്റ്റ് നിയമപരമല്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്. ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നത് ഉൾപ്പെടെ പ്രതിഭാഗം അവരുടെ വാദം കോടതിയിൽ അവതരിപ്പിച്ചു. വാദം പൂർത്തിയായിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കോടതി ഇതിൽ വിധി പറയാൻ പോവുകയാണ്. ഷഫീദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോടതി പരിസരത്തുനിന്ന്. ഷഫീദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജഡ്ജി പതിവ് കോടതി സമയം കഴിഞ്ഞും ചേംബറിൽ തുടരുകയാണ്. ജഡ്ജ്മെന്റ് എഴുതുക എന്ന നടപടിയിലേക്ക് കടക്കുന്നുണ്ട്. അല്പസമയത്തിനകം വിധി പ്രതീക്ഷിക്കാം അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. മാത്രമല്ല വിജയകുമാർ, നമ്മൾ ഇതുവരെ ഇക്കാര്യത്തിൽ പറയാതിരുന്ന ഒരു കാര്യം, അത് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 1/12/2025 തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് പ്രതിക്ക് BNS പ്രകാരമുള്ള നോട്ടീസ് നൽകാൻ ശ്രമിച്ചു. എന്നാൽ ഈ നോട്ടീസ് കൈപ്പറ്റാൻ രാഹുൽ ഈശ്വർ വിസമ്മതിച്ചു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. മാത്രമല്ല, അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ലാത്തതും കേസിലെ കൃത്യത്തിലേക്ക് പ്രചരിപ്പിച്ച വീഡിയോയും അതിജീവിതയുടെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകാൻ വിസമ്മതിച്ചു. തുടർന്ന് പ്രതിയെ എയർ ക്യാമ്പിൽ എത്തിച്ച് കമ്പ്യൂട്ടർ അതടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കാൻ വേണ്ടി തുടർ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നോട്ടീസ് നൽകി രാഹുൽ ഈശ്വർ അത് കൈപ്പറ്റാൻ വിസമ്മതിച്ചു. അതുകൊണ്ടാണ് കസ്റ്റഡി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ സൈബർ പോലീസ് അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, അത് അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം ഇതായി മാറുകയും ചെയ്യും. മാത്രമല്ല, ഈ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. കൂടാതെ ആവലാതിക്കാരി, അതായത് അതിജീവിതയെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പ്രതിയുടെ മുൻകാല കേസുകളുടെ ഹിസ്റ്ററി കൂടി ഇക്കാര്യത്തിൽ പരിശോധിക്കണമെന്നൊക്കെയുള്ള പലതരത്തിലുള്ള വിവരങ്ങൾ, ശക്തമായ വാദങ്ങൾ അത് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിച്ചു. ഈ ജാമ്യത്തിന്മേൽ വാദം നടക്കുമ്പോൾ കോടതിയിൽ അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അത് ഈ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്നതും ചെറിയ വകുപ്പുകളാണ് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, സൈബർ ആക്ടിലെ പല പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അങ്ങനെ വളരെ ഗുരുതര സ്വഭാവത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടൊരു കേസായി സൈബർ പോലീസ് അവതരിപ്പിക്കുമ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ നടപടികളൊക്കെ, അതായത് ജാമ്യത്തിന്മേലുള്ള വാദങ്ങളൊക്കെ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ചേംബറിൽ നിന്ന് റൂമിലേക്ക് പോയ ജഡ്ജി അല്പസമയത്തുള്ളിൽ ചേംബറിൽ മടങ്ങിയെത്തി ഇക്കാര്യത്തിൽ ഉത്തരവ് പറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ ഭ്രൂണഹത്യാ കേസിൽ അതിൻ്റെ ഒരു വഴി പിടിച്ചാണ് ഈ കേസും വന്നിരിക്കുന്നത്. ആ പരാതിക്കാരിയെ അല്ലെങ്കിൽ അതിജീവിതയെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം അത് വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ സൈബർ പോലീസ് പറഞ്ഞതാണ്. ഇനി ഏതൊക്കെ അറസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് വരും ദിവസങ്ങൾ അറിയുകയും ചെയ്യാം. വിജയകുമാർ. യെസ്, കോടതി ഏത് സമയത്തും അതിൻ്റെ ഉത്തരവ് പറയും. എന്തായാലും അന്വേഷണവുമായി രാഹുൽ ഈശ്വർ സഹകരിച്ചിട്ടില്ല എന്നതും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണവുമായി ഏത് ഘട്ടത്തിലും സഹകരിക്കുന്നയാളാണ് ഈ പ്രതി എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം തള്ളിക്കളയുകയാണ്. നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് ഹാജരാകാതെ മാറി നിന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അല്പസമയത്തിനകം ജാമ്യാപേക്ഷയിൽ കോടതിയും ഉത്തരവ് പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.